നമസ്കാരം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. ഏറ്റെടുത്ത തൊഴിൽ മേഖലകളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട്. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്നത് വഴി ബന്ധുക്കളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനിടയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള പല ചുമതലകളും ഏറ്റെടുക്കുന്നത് മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾക്ക് വഴിയൊരുക്കും എന്ന് മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് പട്ടണത്തിൽ ഗൃഹം വാങ്ങിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. ഒരുപക്ഷെ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനിടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രദമായുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യത കാണുന്നു. വിദേശത്തുള്ളവർക്ക് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളെ കൊണ്ട് ഉദ്യോഗം നഷ്ടപ്പെടുവാനോ ജന്മനാട്ടിൽ വന്നു പോകുവാനോ ഉള്ള സാഹചര്യം ഉണ്ടായിത്തീരും. എന്നാൽ മാസത്തിൻ്റെ ഒടുവിൽ മറ്റൊരു ജോലിക്കുള്ള സാഹചര്യവും ഉണ്ടായിത്തീരും. സംഘ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുവാനിടയുണ്ട്. പഠിച്ച വിദ്യ വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാനും ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിച്ച് വേണ്ട വിധത്തിൽ ഭരണ സംവിധാനം അവലംബിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരുന്നത് ആത്മവിശ്വാസത്തിനും ആത്മാഭിമാനത്തിനും വഴിയൊരുക്കുവാനും സാധ്യതയുണ്ട്. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകൾ ഒഴിവാക്കേണ്ടതാണ്. ജീവിത പങ്കാളി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ചതയ നക്ഷത്രക്കാരുടെ ഈ ജൂൺ മാസത്തിലെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.